ഒരു വലിയ കൃത്യമായി പറഞ്ഞാൽ 308 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്തുരുളും ഇന്ന്. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കിക്ക് ഓഫിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ്. അതായത് കളിക്കുന്നതിന് മുമ്പേ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കരുത്തന്മാരായിട്ടുള്ള മോഹൻ ബഗാനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ആകെയുള്ള ഒരു റൈറ്റ് ബാക്ക്, വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഓടിത്തേഞ്ഞ വണ്ടിയെന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന സന്ദീപിനെ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ 11-ൽ ഇന്ന് ഇറക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കപ്പിലെ അവസാന മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ടത് മൂലം ആ ഒരു സസ്പെൻഷൻ ക്യാരി ചെയ്ത് ഇന്നത്തെ മത്സരത്തിൽ സന്ദീപിന് കളിക്കാൻ കഴിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിട്ട് കരുതപ്പെടുന്ന അമീർ അൻപാടെ, ഒഡീഷ എഫ് സിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന അമീർ അൻപാടയെ സാലറിയുടെ പേരിൽ അവരെ മോഹൻ ബഗാൻ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കയ്യിലുള്ള സാധനത്തിന് എതിരാളികളുടെ ആയുധപ്പുരയിലേക്ക് വെച്ച് നീട്ടിയിട്ട് കഴുത്തിറക്കുന്നത് പോലെ അവരുടെ ഹോം ഗ്രൗണ്ടിലേക്ക് അംഗഭംഗം എന്ന ഒരു സ്ക്വാഡുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചെന്ന് കയറി നിൽക്കുമ്പോൾ, വാലന്റൈൻസ് ദിനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ വിധി എന്നൊന്നും അറിയില്ല. കളിക്കാൻ ഇറങ്ങും മുൻപേ നമുക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയേണ്ടതാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ മാറും എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും കളിക്കളത്തിലെ 90 മിനിറ്റുകൾക്കുള്ളിൽ ആ കുമ്മായ വരയ്ക്കുള്ളിൽ നടക്കുന്ന അത്ഭുതങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണെങ്കിൽ പോലും സ്കോട്ട് വാല്യുവിൻ്റെയും മറ്റ് കണക്കുകളുടെയും സ്ഥിതിവിവര കണക്കുകളും വെച്ച് നോക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. സെർജിയോ ലബേറ 6-2 കശാപ്പ് ചെയ്യും എന്ന് പറയുന്നത് കൂടി ഓർത്ത് വെക്കുമ്പോൾ പേടിക്കേണ്ടത് തന്നെയാണ്.